എൻ്റെ ഭാര്യ, എൻ്റെ വീട്, എൻ്റെ സമ്പത്ത്, എൻ്റെ ആരോഗ്യം, എനിക്കെന്തൊക്കെയുണ്ടോ അതെല്ലാം മിൻ ഫദ്ലി റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. അതിന് ഞാൻ എന്തെങ്കിലും ഒരു ബില്ലങ്ങോട്ടടച്ചിട്ടല്ല, അതല്ലെങ്കിൽ ഞാൻ ചെയ്തതിന്റെ പകരമായിട്ട് എന്തെങ്കിലും തരുന്നതല്ല. അതെല്ലാം ഫദ്ലി റബ്ബി, എൻ്റെ റബ്ബിന്റെ അനുഗ്രഹമാണ്. ഇത് തന്നത് വെറുതെയല്ല. ലിയബ്ലുവനി അഅശ്കുറു അം അക്ഫുർ, എനിക്ക് റബ്ബ് ഇത് തന്നത് ഞാൻ നന്ദിയുള്ളവനാണോ നന്ദിയില്ലാത്തവനാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടിയാണോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. നമുക്ക് നൽകിയ ആരോഗ്യം, നമുക്ക് നൽകിയ ബുദ്ധി, നമുക്ക് നൽകിയ നമ്മുടെ സമ്പത്ത്, നമ്മുടെ കുടുംബം എന്ന് വേണ്ട എന്തൊക്കെയുണ്ടോ അതൊക്കെ അല്ലാഹു തആല നമ്മളെ പരിശോധിക്കാൻ വേണ്ടിയിട്ട് തന്നതാണ് എന്നാണ് അല്ലാഹു തആല തന്നെ പറയുന്നത്. എന്താണ് പരിശോധിക്കുന്നത്? ഈ നൽകിയതിന് നന്ദി കാണിക്കുന്നുണ്ടോ അതെല്ലാം നന്ദി കേട് കാണിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി. എന്നിട്ട് അല്ലാഹു തആല പറയുന്നത്, വമൻ ശകറ വഇന്നമാ യശ്കുറു ലിനഫ്സി, ആരെങ്കിലും നന്ദിയുള്ളവനാണെങ്കിൽ അവൻ സ്വയം ശരീരത്തോട് തന്നെ നന്ദി പ്രകടിപ്പിച്ചവനായി. ഇനി നിങ്ങൾ നന്ദി കേട് കാണിക്കുന്നവരാണോ? അല്ലാഹുവിന് നിങ്ങളെ നന്ദിയുടെ ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകിയ എന്തൊക്കെയുണ്ടോ അതിനൊക്കെ നമ്മൾ നന്ദി പ്രകടിപ്പിക്കണം. അല്ലാഹു നൽകിയ ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഒരു നല്ല ഭാര്യ ഉണ്ടാവുക എന്നതാണ്, ഒരു നല്ലൊരു വീടുണ്ടാവുക എന്നതാണ് റസൂലിന്റെ വാക്ക്. നിങ്ങൾ നോക്ക്, വീടിന് ചില ആദാബുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരു ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ആ വീട്ടിലേക്ക് തിരിച്ച് പലവട്ടങ്ങളായിട്ട് നമ്മൾ തിരിച്ചു ചെല്ലുന്നുണ്ട്. ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ സ്വന്തത്തോട് ചോദിച്ചു നോക്കുക, ബിസ്മില്ലാ എന്നുള്ള വാക്ക് പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് കടക്കണമെന്ന് റസൂല് പറയുന്നുണ്ട്. അങ്ങനെയാണോ നമ്മൾ കടക്കാറുള്ളത്? വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ റസൂല് പറയുന്നുണ്ട്, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഈ ആഴ്ച അങ്ങനെ ഒരു വാക്ക് പറഞ്ഞവർ നമ്മുടെ കൂട്ടത്തിൽ എത്രയുണ്ട് എന്ന് ചോദിച്ചാൽ എത്ര പേർക്കുണ്ട് എന്ന് മനസ്സാക്ഷിക്ക് കുത്തില്ലാതെ പറയാൻ കഴിയും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതുപോലെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് നമ്മളൊന്ന് ശ്രദ്ധയിലേക്ക് പതിപ്പിക്കേണ്ടതുണ്ട്. റസൂല് പറയാ, ഒരാള് തന്റെ വീട്ടിലേക്ക് ചെന്ന് എന്നിട്ട് ആ വീട്ടിലേക്ക് പ്രവേശിച്ചത് അള്ളാഹുവിനെ ഓർത്തുകൊണ്ടാണ്, ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അങ്ങനെ അവൻ ഭക്ഷണം കഴിക്കാൻ കുടുംബത്തോടൊപ്പം ഭക്ഷണം കഴിക്കാനിരുന്നു. ആ ഭക്ഷണം കഴിക്കുമ്പോഴും ബിസ്മില്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നു. അപ്പോ അള്ളാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാ, ആ സമയത്ത് പിശാച് പറയും, ഇവിടെ നമുക്ക് രാത്രി താമസിക്കാനുള്ള അവസരമില്ല. കാരണം അയാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് വീട്ടിലേക്ക് കടന്നത്. ഇവിടെ നമുക്ക് ഭക്ഷണം കിട്ടൂല. കാരണം അയാൾ അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിച്ചത്.